അവിടെയാണ് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഇറാൻ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. ഭടന്മാർ പ്രവേശിച്ചാൽ അത് രാവണൻ കോട്ടയാണ്, ഊരിപ്പോരാനാവില്ല. ഞങ്ങളുടെ മേൽ കയറാൻ വന്നാൽ, കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളുടെ ഭടന്മാരുടെ, മറീനുകളുടെ ശവശരീരം പേർഷ്യൻ ഗൾഫിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകും. യുദ്ധം തുടങ്ങി 1 മാസത്തോളം ഹൂതികൾ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ 2 ദിവസമായി ഹൂതികൾ ഹൈപ്പർ ആക്റ്റീവാണ്. ഇറാനെ നിയന്ത്രിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന്, അമേരിക്ക നിയമിക്കുന്ന ഒരു ഭരണകൂടത്തിന് കഴിയില്ല. രാജ്യം സിവിൽ വാറിലേക്ക് നീങ്ങും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതിയില്ലേ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ട്രംപ് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് ഒരു ആശ്വാസമുണ്ടായിരുന്നു, പ്രത്യാശയുണ്ടായിരുന്നു, സമാധാനത്തിലേക്ക് പോവുകയാണ് എന്ന്. പക്ഷേ വീണ്ടും അവിടെ സ്ഥിതിഗതികൾ മോശമാവുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആര് ഇടപെട്ടാൽ സമാധാനം പുലരും? പരിശോധിക്കാൻ നോക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് നമസ്കാരം. ഇറാൻ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയാകെ അവർ നേരത്തെ തുടരുന്ന ആക്രമണം കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു വീണ്ടും അവരുടെ ആക്രമണം കടുപ്പിക്കുകയാണോ ഇറാൻ? ഇനി എന്തായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ തന്നെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൃത്യമായ ആസൂത്രണത്തോടെയോ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയോ നടത്തിയ ഒരു ആക്രമണമല്ല അമേരിക്ക ഇറാനെതിരെ നടത്തിയത്. ഇത് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. വാട്ട് ഡു ദേ വാണ്ട്? ഡു ദേ വാണ്ട് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇറാൻ? ജനതയുടെയും ഈ വിഭവങ്ങളുടെയും എണ്ണയുടെയും എല്ലാം പൂർണ്ണ ഡിസ്ട്രക്ഷനാണോ ആഗ്രഹിക്കുന്നത്? റെജീം ചേഞ്ച് ആണോ ആഗ്രഹിക്കുന്നത്? അതോ പ്രഹരശേഷി കുറച്ചു കൊണ്ടുവരിക, ന്യൂക്ലിയർ വെപ്പൺസ്, മിസൈലുകൾ എന്നിവ കുറച്ചു കൊണ്ടുവരികയും ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയും സഹായിക്കാനുള്ള ഇറാൻ്റെ കഴിവ് കുറച്ചു കൊണ്ടുവന്ന് ഇസ്രയേലെ സംരക്ഷിച്ച് നിർത്തുക, ഇതെല്ലാം തന്നെ ഉദ്ദേശങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കുന്ന ആക്രമണങ്ങൾ, സ്വാഭാവികമായി ഇറാൻ ചില കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് ഇതാണ്: യു ക്യാൻ അറ്റാക്ക് അസ്, പക്ഷേ എപ്പോൾ ഇത് അവസാനിപ്പിക്കണമെന്നത് ആക്രമിക്കുന്നവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അതിനുത്തരം ഞങ്ങളുടെ കയ്യിലായിരിക്കും ഉള്ളത്. അത് ശരിവെക്കുന്ന രീതിയിൽ ഇതൊരു മേഖലാ യുദ്ധമായി മാറും എന്ന ഇറാൻ്റെ പ്രവചനം ശരിവെക്കുന്ന രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുന്നത് എവിടെയാണ് വേദനിക്കുന്നത് അവിടെയാണ് പ്രഹരിക്കുന്നത്. അമേരിക്കയ്ക്ക് വേദനിക്കുന്നത് അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴാണ്. അമേരിക്കയ്ക്ക് വേദനിക്കുന്നത് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ അവർക്ക് സംരക്ഷണം നൽകാനായി ചെന്ന അമേരിക്കൻ സൈന്യത്തിന് സംരക്ഷണം നൽകാനാവുന്നില്ലല്ലോ, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നല്ലോ, തങ്ങളുടെ മുഖം നഷ്ടപ്പെടുന്നല്ലോ എന്നത് ആലോചിക്കുമ്പോൾ വേദനയുണ്ടാകുന്നു. ആൾനാശം കൂടി സംഭവിച്ചാൽ കൂടുതൽ വേദനയാവും. അവിടെയാണ് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഇറാൻ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. ഇതാണ് ഇറാൻ പറയുന്നത്. യുദ്ധം ഉടനടി തീർക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്, ഇസ്രായേലിൻ്റെ ആവശ്യമല്ല. അപ്പോൾ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു ഡൈക്കോട്ടമി ഉണ്ട്, വൈജാത്യമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി അമേരിക്കയെ ഉപയോഗിച്ചുകൊണ്ട് ഈ അനുകൂലമായ സാഹചര്യത്തിൽ പരമാവധി പ്രഹരം ഇറാൻ ഏൽപ്പിക്കുക, ഒരിക്കൽ പോലും നടുവ് പൊങ്ങാത്ത രീതിയിൽ ഇറാനെ പ്രഹരിക്കുക. അത് ഇസ്രായേലിൻ്റെ താല്പര്യമാണ്. അതിന് അമേരിക്ക പൂർണ്ണമായി നിന്ന് കൊടുക്കേണ്ടതുണ്ടോ? ഇറാൻ്റെ താല്പര്യം എന്താണ്? വി വോണ്ട് ടു നെഗോഷിയേറ്റ് ബട്ട് നോട്ട് നൗ. ചർച്ചയ്ക്ക് തയ്യാറാവും, ഇപ്പോഴല്ല. ഇപ്പോൾ ആകാശ മേൽക്കോയ്മയുടെ പേരിലാണ് അമേരിക്ക വിജയം ക്ലെയിം ചെയ്യുന്നത്. ഇറാനിൽ ഒരു റെസിസ്റ്റൻസും ഉണ്ടാവുന്നില്ല. ഇറാൻ്റെ മേലെ കൂടെ ഞങ്ങൾക്ക് വിമാനങ്ങൾ പറത്താൻ കഴിയും. ഇറാനിൽ മിസൈലുകൾ അയക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ പവർ പ്ലാന്റുകൾ ഞങ്ങൾ തകർക്കുന്നു, അവരുടെ ആണവ നിലയം തകർത്തു കഴിഞ്ഞു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ഫഹാനിലെയും നഥാൻസിലെയും ഫർദൂലിലെയും എല്ലാം ആണവ നിലയങ്ങൾ കഴിഞ്ഞ വർഷം തകർത്തിരുന്നു. അവിടെ വീണ്ടും മൾട്ടിപ്പിൾ പ്രഹരങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് വികിരണങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം ഒരു വശത്താണ് വാർത്തകൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന ചിത്രം നോക്കിയാൽ അമേരിക്കയ്ക്ക് അനുകൂലമാണ് കാര്യങ്ങളെല്ലാം. അമേരിക്കൻ സേനാ വിന്യാസം കൊണ്ട് ഇറാൻ ഒന്നും ചെയ്യാനാവില്ല. ഇറാൻ ഒരു ടൈറ്റ് സിറ്റുവേഷനിലായിപ്പോയി. പക്ഷേ ഇറാൻ അറിയാവുന്നൊരു കാര്യമുണ്ട്,
യുദ്ധം തങ്ങളുടെ ഭൂമിയിലേക്ക് അമേരിക്കൻ ഇസ്രയേലി ഭടന്മാർ പ്രവേശിച്ചാൽ അത് രാവണൻ കോട്ടയാണ്, ഊരിപ്പോരാനാവില്ല, അഴിക്കും തോറും മുറുകുന്ന കുരുക്കാവും അത്. അതുകൊണ്ട് കരയുദ്ധത്തിലേക്ക് വരൂ. ആകാശങ്ങളിൽ നിങ്ങളെ ഞങ്ങൾ ഡീൽ ചെയ്യുന്നില്ല. ഞങ്ങളൊരു പക്ഷേ മിസൈലുകൾ അയക്കും, നിങ്ങൾ ലക്ഷ്യങ്ങൾ തകർക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ കരയിലേക്ക് വരൂ. ഭരണം മാറ്റണമെങ്കിൽ കരയിലേക്ക് വന്ന് മാറ്റൂ. ഞങ്ങളുടെ കയ്യിൽ ആണവശേഖരമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. അത് ഭൂമിയുടെ അടിത്തട്ടിലിരിക്കുകയാണ്. അത് ഇസ്ഫഹാനിലും നാതാൻസിലുമാണോ വേറെ എവിടെയെങ്കിലും ആണോ എന്നറിയില്ല. വളരെ ആഴത്തിൽ സുരക്ഷിതമായിട്ടുണ്ട്. ഏതാണ്ട് 480 കിലോഗ്രാം ഉണ്ട്. ഒരു 10 ബോംബൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. 90% സമ്പുഷ്ടീകരണം നടക്കുകയാണെങ്കിൽ പ്രഹരശേഷി കൂടിയ ബോംബുകൾ ഉണ്ടാക്കാം. പക്ഷേ 60% ബോംബ് പോലും ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുണ്ടാക്കുന്നത്. 3.4% മതിയാകും സമ്പുഷ്ടീകരണം, യുറേനിയം മതിയാകും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കടന്നു വന്ന് എവിടെയാണ് ഞങ്ങൾ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നോക്കി എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കരയുദ്ധത്തിലൂടെ പറ്റൂ. ഇത് ആണവ ഫിസൈൽ മെറ്റീരിയൽ ഞങ്ങൾ സ്വമേധയാ അത് വേറൊരു രാജ്യത്ത് കൈമാറില്ല, IAEAക്ക് കൈമാറില്ല. വന്നെടുത്തോളൂ. ഞങ്ങൾ ആണവ കരാറിൽ ഏർപ്പെടാൻ തയ്യാറായിരുന്നല്ലോ. 1, 2, 3 റൗണ്ട് ചർച്ചകൾ ഒമാനിൽ മസ്കറ്റിൽ വെച്ചും ജനീവയിൽ വെച്ചും 3 റൗണ്ടുകൾ നടന്നല്ലോ. ആണവ കാര്യങ്ങളിൽ സംയമനം പാലിക്കാനും കുറച്ചുകൊണ്ട് വരാൻ തയ്യാറായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഏകപക്ഷീയമായി ഒരു മുന്നറിയിപ്പില്ലാതെ സമാധാനത്തിനിടയിൽ നിങ്ങൾ ആക്രമിച്ചു, സമാധാന ചർച്ചയ്ക്കിടയിൽ. ഇനി ചർച്ച എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ ആ നിലപാട് ഇറാൻ്റെ ഭാഗത്തെ കർശനമായ നിലപാട്, ആ നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് ന്യായമെന്ന് പറയുന്നില്ല, ഉറച്ചു നിൽക്കുന്നു. അവിടെ ഒരു ഇവിടെ ഉണ്ട്, പറയുന്ന വാക്ക് മാറ്റി പറയുന്നില്ല. ട്രംപ് നാഴികയ്ക്ക് 40 വട്ടം നിലപാടുകൾ മാറ്റി പറയുന്നു. ഇനി ട്രംപ് പറഞ്ഞ ഒരു വാചകമെന്ന് നോക്ക്, ഇറാൻ്റെ ജനത തന്നെ ക്ഷണിച്ചു അവരുടെ പരമോന്നത നേതാവ് ആകാൻ. അത് അയത്തുള്ള ഡൊണാൾഡ് ട്രംപ്. ആലോചിച്ച് നോക്കി, അയത്തുള്ളയാകാൻ പറ്റുന്ന കാര്യമാണോ ഇത്? എന്താ പറയുന്നത്? അത് മാത്രമല്ല 15 ജനം ഞങ്ങളുടെ അടിച്ച് കൈ കൊടുത്തു ചർച്ചയ്ക്ക് വേണ്ടി. ഈ 15 ജനത്തിൽ മിക്കതും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാണ്. ഇറാൻ ഞങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല. പാകിസ്ഥാൻ അപ്പുറത്ത് നിന്ന് പറയുന്നു ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. പാകിസ്ഥാൻ ആകെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു സമയമാണ്. ഇന്ത്യയുമായി പോരാടി തീവ്രവാദികളെ സഹായിക്കുന്നൊരു ചരിത്രം. ആഭ്യന്തരമായി ആകെ ഗുലുമാലാണ്. പാകിസ്ഥാൻ പറയുന്നു തങ്ങൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ തലത്തിൽ ചർച്ചകൾ നടക്കുന്നു. അത് സത്യമാണ്. ഈ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി, അതുപോലെ സൗദിയുടെ വിദേശകാര്യമന്ത്രി, പാകിസ്ഥാന്റെ സ്വന്തം മന്ത്രി വിദേശകാര്യമന്ത്രി, ഈജിപ്തിൻ്റെ വിദേശകാര്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുന്നു. എന്താണ് ഇറാനിൽ എന്താണ് ഇനിയും ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. ഇസ്രയേൽ കമാൻഡർ രക്ഷ വേണ്ടിയിട്ടില്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ വിഷയമല്ല. പാകിസ്ഥാനെ ബന്ധമുള്ള ഒരു കാര്യവും ഇസ്രയേൽ സമ്മതിക്കില്ല, ഇറാനും സമ്മതിക്കില്ല. ഇവിടെ കക്ഷികൾ ആരൊക്കെയാണ്? ഇറാൻ വേഴ്സസ് ഇസ്രയേൽ. മറ്റ് രാജ്യങ്ങൾ ചേർന്ന് കൂടി അടുപ്പ് കൂട്ടിയ പോലെ ചേർന്നിരുന്ന് എന്ത് തീരുമാനിച്ചാലും ഇത് അംഗീകരിക്കേണ്ടവർ ഇസ്രയേലും ഇറാനുമാണ്. അവരംഗീകരിക്കാനുള്ള സാധ്യതയില്ല. അവിടെയാണ് ഇറാൻ തങ്ങളുടെ തുറുപ്പ് ചീട്ട് ഇറക്കി കളിക്കുന്ന ഹോർമൂസ് കടലെടുക്കലിലൂടെയാണ് ലോകത്തിൻ്റെ എണ്ണയുടെ 20% കടന്നു പോകേണ്ടത്. ഗ്യാസിൻ്റെ പ്രകൃതിവാതകത്തിൻ്റെ സിംഹഭാഗവും ഉത്പാദിപ്പിക്കുന്നത് ഖത്തറിലാണ്. ഈ വാതകപ്പാടം, ഇറാനും സൗത്ത് പാഴ്സ് വാതകപ്പാടവും എണ്ണപ്പാടവും ഒക്കെയാണ്. അവർക്ക് ഉത്പാദിപ്പിക്കുന്ന ഇന്ധനം കടന്നു പോകേണ്ട വഴിയാണ്. അത് ഇറാൻ അടച്ചു എന്ന് പറയാനാവില്ല. അമേരിക്കൻ ഇസ്രയേലി വെസൽസിനെ അത് അടച്ചിരിക്കുന്നു. സുഗമമല്ല. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളും വളരെ സുഗമമായി കടന്നു പോകാനാവില്ല. അത് തുറക്കാൻ ബലപ്രയോഗമാകാമോ? ആകാമെന്ന് ട്രംപ് മാറ്റി പറയുകയാണ്. ഞങ്ങൾ ബലം പ്രയോഗിക്കും, നെയ്റ്റോ സൈന്യം ഇറങ്ങും. അവർ പറഞ്ഞു ഞങ്ങളില്ല. ചൈനയും റഷ്യയും ഇറങ്ങും. അവർ പറഞ്ഞു ഞങ്ങളുമില്ല. എന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാനാവാതെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പാടായി, ചൈനയ്ക്കും റഷ്യയ്ക്കും വേണമെങ്കിൽ നിങ്ങൾ തുറക്ക് എന്നായി. ഇപ്പോൾ പറയുന്നു തങ്ങൾ കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള ചില ദ്വീപുകൾ തങ്ങൾ പിടിച്ചെടുക്കും. അത് മാത്രമല്ല അവിടെ നിന്ന് 480 കിലോമീറ്റർ മാറി പേർഷ്യൻ ഗൾഫിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ പ്രദേശത്തു നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ തെക്കുമാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന 20-25 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ചെറിയ ദ്വീപ് ഖാർഗ് ഐലൻഡ്. അവിടെയാണ് ഇറാൻ്റെ എണ്ണ കടത്തിൻ്റെ 90% എണ്ണ മെയിൻലാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ പമ്പ് ചെയ്ത് അല്ലെങ്കിൽ വെസൽസിലാക്കി അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ഷിപ്മെൻറ്റ് ടെർമിനലിൽ നിന്നും കയറ്റി ടാങ്കറുകൾ കയറ്റി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയാണ്. അവിടം പിടിച്ചെടുക്കാൻ
അമേരിക്ക ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 10,000-ഓളം മെറീനുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്നും അമേരിക്ക അവിടെ എത്തിച്ചിരിക്കുന്നത്. 2,500 മെറീനുകളുമായി USS ട്രിപ്പോളി എത്തിയിരിക്കുന്നു ആ പ്രദേശത്ത്. അതുപോലെ 5,000 മെറീനുകളെ വിവിധ രാജ്യങ്ങൾ വിന്യസിച്ചു. വീണ്ടും ഒരു 2,000-2,500 മെറീനുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 10,000 പുതിയ പോരാളികൾ, അതായത് കരയിലും കടലിലും യുദ്ധം ചെയ്യാൻ കഴിയുന്ന 10,000-ഓളം പോരാളികൾ അമേരിക്ക അഡീഷണലായി 50,000-ഓളം പോരാളികൾ ഓൾറെഡി ഉണ്ട്. അമേരിക്കയുടെ 19-ൽ പരം താവളങ്ങളിൽ ആ പ്രദേശത്ത് ഉള്ള 50,000 പോരാളികളോടൊപ്പം ഈ 10,000-ഉം. പക്ഷേ അത് മതിയാവില്ല. ഇറാൻ പിടിക്കാനത് മതിയാവില്ല. കാർഗ് പിടിക്കാനത് മതിയാവും. പക്ഷേ കാർഗിൽ ഏറിയൽ സുപ്പീരിയോറിറ്റി നടത്തും. പക്ഷേ കാർഗിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, കാർഗ് പിടിച്ചെടുക്കുക, അങ്ങനെ ഇറാൻ്റെ സാമ്പത്തികമായി നട്ടൽ തകർക്കുക, എന്നിട്ട് കാർഗ് വെച്ചിട്ട് വിലപേശുക. ഇതാണ് ഇറാനോട്. കാർഗ് വിട്ടു തരണമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഹോർമൂസ് തുറക്കണം. ഇറാൻ പറയുന്നു, നിങ്ങൾ എടുത്തോളൂ, ഏതായാലും ഞങ്ങളുടെ എണ്ണ വിൽക്കാൻ പറ്റുന്നില്ലല്ലോ, കാർഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല, എടുത്തോളൂ എന്നാണ് പറയുന്നത്. അവിടെ കാര്യമായ പോരാട്ടം ഒരുപക്ഷെ നടന്നിരിക്കില്ല. അത് കരയുദ്ധമായി നമുക്ക് കാണാനാവില്ല. കാർഗ് പിടിക്കുന്നതിനെ ഇറാൻ തീവ്രമായി പ്രവർത്തിക്കുന്നു എന്നൊന്നും പറയാനാവില്ല. പക്ഷേ ഹോർമൂസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. കടലിൽ അടിത്തട്ടിൽ 16 അന്തർവാഹിനികളുണ്ട് ഇറാന്. അതിൽ ഒന്നും നശിപ്പിക്കപ്പെട്ടതായി അറിയില്ല. ഫ്രിഗേറ്റുകളും അതുപോലെ മറ്റ് ഉപരിതലത്തിലെ പല കപ്പലുകളും നശിക്കപ്പെട്ടു. ഗൺ ബോട്ടുകൾ ഇപ്പോഴുമുണ്ട്. മൈനുകൾ വാരി വിതറാൻ കഴിയും പേർഷ്യൻ ഗൾഫ് മേഖലയിൽ. അതിലെ കടന്നു പോകുന്ന ഏത് കപ്പലിനും, ഹോസ്റ്റൈൽ ആൻഡ് ഫ്രണ്ട്ലി കപ്പലുകൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ ഹോർമൂസ് കടലിടുക്ക് മോചിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വ്യാമോഹമായിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ചില പഞ്ച് ഡയലോഗ് പഠിച്ചിട്ടുണ്ട് ഇറാൻ നേതൃത്വം. ഞങ്ങളുടെ മേൽ കയറാൻ വന്നാൽ, കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളുടെ ഭടന്മാരുടെ മറീനുകളുടെ ശവശരീരം പേർഷ്യൻ ഗൾഫിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകും എന്ന് വരെ കയറ്റി പറഞ്ഞു. അതുകൊണ്ട് ബോഡി ബാഗ്സ് മേ ഗെറ്റ് ബാക്ക് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ മാത്രമേ പഠിക്കുമോ. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, കാർഗ് പിടിക്കുക, പിന്നെ ഒരു കമാൻഡോ ഓപ്പറേഷൻ പോലെയുള്ള ഓപ്പറേഷനിലൂടെ ആണവ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് കടത്തിക്കൊണ്ട് പോവുക. പക്ഷേ ഈ മണ്ണിൻ്റെ അടിയിൽ ഇത് കുഴിച്ചെടുത്ത് ആണവ മെറ്റീരിയൽസ് കടത്തിക്കൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നത് ഈ അപസർപ്പക കഥകളെ വെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാകും. ഇതൊന്നൊക്കെ പറയാൻ സാധിക്കുമെന്നല്ലാതെ ഒരു ഡീലില്ലാതെ, വിത്തൗട്ട് എ കോംപ്രിഹെൻസീവ് ഡീൽ, നോട്ട് ഓൺലി ഇൻവോൾവിംഗ് ഇറാൻ but also involving Arab countries, addressing the basic fundamental issue of Palestine. ഇവിടെയാണ് പാലസ്തീൻ. ഇവിടെയാണ് തുടങ്ങിയത് പാലസ്തീൻ വിഷയത്തിൽ. അല്ലേ, ഇറാൻ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ഒക്ടോബർ 7, 2023 അന്ന് തുടങ്ങിയ ഒരു ആക്രമണത്തിൻ്റെ ബാക്കി പത്രമാണ്. ഒരു മാലപ്പടക്കം പോലെ സീരിയസായി വരികയാണിത്. അടിസ്ഥാന വിഷയം പരിഹരിക്കാനുള്ള ഒരു നിലപാട് കൂടി വന്നാൽ ഒരുപക്ഷെ പ്രശ്ന പരിഹാരത്തിന് ഫോർമുലയാവും. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വരിക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം ഈസിയായി നടക്കുന്ന കാര്യമാണ്. ഈസി ആയിട്ട് നടക്കില്ല എങ്കിൽ തന്നെയും അതിൻ്റെ സാധ്യതകൾ ഇനി ആരൊക്കെ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സാധിക്കും. കാരണം തീർച്ചയായിട്ടും ഈ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇറാൻ, ഇസ്രായേൽ ഈ 2 കൂട്ടരുമാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരുടെ ഇടപെടൽ ഒരു 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 വെടിനിർത്തലിലേക്ക്, ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? ആരും ഇടപെട്ടാൽ ഇനി പരിഹരിക്കാനാവില്ല. അതിനൊക്കെയുള്ള സമയമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പരിഹരിക്കാനാവണമെങ്കിൽ 2 പക്ഷത്തും നാശനഷ്ടങ്ങൾ ഏതാണ്ട് തുല്യമായി ഉണ്ടാവണം. There should be a point of no return. ഇത് തുടരുന്നതിൽ അർത്ഥമില്ല എന്ന ബോധം 2 പക്ഷത്തും ഉണ്ടാവണം. അതിന് കരയുദ്ധം ഉണ്ടെങ്കിലേ പറ്റൂ. അവിടെയാണ് പോയിന്റ്. അതാണ് ഇറാൻ്റെ ഒരു പദ്ധതി. ഇറാൻ്റെ പദ്ധതിയാണ്, അമേരിക്കയുടെ പദ്ധതിയല്ല. കരയുദ്ധം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ആകാശങ്ങൾ നിന്നുകൊണ്ട് തന്നെ യുദ്ധം ജയിച്ച് വെന്നിക്കൂടി പാടിച്ച് ട്രംപിൻ്റെ ഷോക്കേസിൽ മറ്റൊരു ട്രോഫി കൂടി ചാർത്താം. ഇതാണല്ലോ വിചാരം. അവസാനിപ്പിച്ച യുദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി എഴുതി ചേർക്കാം. തങ്ങൾ തന്നെ അവസാനിപ്പിച്ച 9ാമത്തെ യുദ്ധം. 8 യുദ്ധങ്ങൾ മറ്റുള്ളവർ തുടങ്ങി താൻ അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. 9ാം യുദ്ധം താൻ തന്നെ തുടങ്ങി താൻ തന്നെ അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പറയാനൊക്കുന്ന രീതിയിലെങ്കിലും ആകണമെങ്കിൽ അമേരിക്ക ഇറാനുള്ളിലേക്ക് പ്രവേശിച്ചാൽ നാശനഷ്ടങ്ങളുണ്ടാവും. അധികം മുന്നോട്ട് പോകാനാവില്ല. ഭരണകൂടത്തെ മാറ്റാനാവില്ല. ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്താണ്? ഞങ്ങൾ ഭരണകൂടത്തെ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു. ആയത്തുള്ള അലി ഖുമൈനി വധിച്ചപ്പോൾ ഭരണകൂടം മാറി. എന്തു മാറി? ആ രീതിശാസ്ത്രങ്ങൾ ഇപ്പോഴും അങ്ങനെ തുടരുന്നു. IRGC തന്നെയാണ് ഇറാൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. ഫാമിലി എൻട്രൻച്ച്ഡ് ആണ്. ഇപ്പോൾ മുജ്തബ ഖുമൈനി, അദ്ദേഹം മാറിയാൽ അടുത്തയാൾ, ആ ക്രമം മാറുന്നില്ല. അതുകൊണ്ട് അമേരിക്ക പറയുന്നത്
മാറി. പുതിയ ഗവൺമെൻറ്റുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. ഒരു ഡീലുമില്ലെന്നുള്ള വാസ്തവം. ആബ്സല്യൂട്ട്ലി നോ ഡീൽ. പാകിസ്ഥാനോട് ചില പരിഭവങ്ങൾ അമേരിക്ക പറയുന്നുണ്ടാവാം, പാകിസ്ഥാൻ പറയുന്നുണ്ടാവാം അച്ചായ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളുണ്ടാകും. അതിന് ഇറാൻ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ഇറാൻ ഉത്തരം പറയേണ്ടത് എപ്പോഴാണ്? ഇറാനിലേക്ക് അമേരിക്കൻ സൈന്യം പ്രവേശിക്കുകയും അവിടെ വല്ലാതെ കുടുങ്ങിപ്പോവുകയും പുറത്തിറങ്ങാനാവാത്തൊരു അന്തരീക്ഷം വരികയും യുദ്ധം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവാതെ വരികയും ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ പൊതുജനാഭിപ്രായം ഉയരും. അപ്പോൾ മുഖം നഷ്ടപ്പെടാതിരിക്കാൻ ട്രംപ് പറയും ലെറ്റ് us have a deal. ആ ഡീൽ എന്താണ്? യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് പോവുക. അതാണ് ഒറ്റ ഡീൽ. അത് യുദ്ധം തുടങ്ങിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അവ ഇറാൻ ഉറപ്പ് നൽകണം, യുദ്ധം ഇനി ഉണ്ടാവില്ല. ആ ഉറപ്പ് വാങ്ങേണ്ടി വരും. ഇനി യുദ്ധമുണ്ടാവില്ല. അത് മാത്രമല്ല, അമേരിക്കൻ സേനാതാവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ അനാവശ്യമായി ആവശ്യത്തിലധികം ഉണ്ടാകുന്നത് ഇറാന് സുരക്ഷാ ഭീഷണിയാണ്. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്കും എങ്ങനെയെങ്കിലും ഈ മരണം ഒഴിവാകണമെന്നുണ്ടാവും. പൂർണ്ണമായി ഒഴിവായില്ലെങ്കിൽ പോലും ഇത് നിലനിർത്തിയത് കൊണ്ട് എന്താണ്? ഒരു പട്ടിയെ വളർത്തുന്നതുകൊണ്ട് എന്താണ്, നായയെ വളർത്തുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? കള്ളൻ വന്നാൽ ചെറുക്കാൻ കഴിയണം, കള്ളനെ പേടിപ്പിച്ച് നിർത്താൻ കഴിയണം. ഇപ്പോൾ കള്ളൻ യഥാർത്ഥം കയറി വരികയുമാണ്, പേടിപ്പിച്ച് നിർത്താനും കഴിയുന്നില്ല. തങ്ങളുടെ കാര്യങ്ങൾ തേങ്ങാ മോഷണം പോകുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നായയെ വളർത്തുന്നത് എന്ന ഒരു ചിന്ത തന്നെയല്ലേ അമേരിക്കൻ സൈന്യങ്ങൾ എല്ലാ കോപ്പുകളുമായി, വെടിക്കോപ്പുകളും എല്ലാമായി അവിടെ താവളങ്ങൾ ഉറപ്പിക്കുകയും ഇപ്പോൾ പറയുന്ന അമേരിക്ക പറയുന്നത് എന്താണ്? തങ്ങൾക്ക് വലിയ ചിലവുണ്ട്, ഈ ചിലവ് മുഴുവൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങൾ അതിൻ്റെ പണം എടുക്കണം, നിങ്ങൾ അതിൻ്റെ ചിലവ് അങ്ങോട്ട് വഹിക്കണം. കച്ചവടം തന്നെയല്ലേ ഇത്? ക്ഷീരമുള്ളോരകിട്ടിൻ ചോട്ടിലും ചോര തന്നെ കൊതുകിന് പ്രധാനം. അമേരിക്കയ്ക്ക് കമന്ന് വീണാൽ കാൽ പണം കൊണ്ട് മാത്രം പൊങ്ങുന്ന രാജ്യമല്ലേ അമേരിക്ക. അതുകൊണ്ട് ഇവിടെയാണ് നേറ്റോ ഇത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് യൂറോപ്യൻ പങ്കാളികൾ പറഞ്ഞത് ഞങ്ങൾക്ക് എൻ്റെ പൊന്നപ്പ, ഞങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ പങ്ക് വേണ്ട, മാനവും മഹത്വവും എല്ലാം അങ്ങ് എടുത്തോളൂ, തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാനമായി മാറി. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇങ്ങനെ മാറാനാവില്ലല്ലോ. അവിടെ ഉടുമ്പ് പോലെ അമേരിക്ക പിടിച്ച് കിടക്കുകയാണ്. അവിടെയാണ് അമേരിക്കയുടെ ചില തീരുമാനങ്ങൾ വരേണ്ടത്. അതുകൊണ്ട് യുദ്ധം തുടങ്ങുകയും കരയുദ്ധം തുടങ്ങുകയും അത് മുന്നോട്ട് പോകാനാവാതെ വരികയും അമേരിക്കൻ പ്രസിഡന്റിന് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യേണ്ടി, ഇടക്കാല തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഡീലിലേക്ക് എത്തിച്ചേരാൻ അമേരിക്കയ്ക്ക് ബാധ്യത ഉണ്ടാവും. അപ്പോൾ ഇറാനും സ്വീകരിക്കാവുന്ന ടേംസ്. അപ്പോൾ ഇറാൻ പറയും തങ്ങൾ ഇപ്പോൾ പുതിയ നിയമനിർമ്മാണമാണ്, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിക്കുകയാണ്, ചുങ്കം പിരിക്കുകയാണ്. അതിനുള്ള നിയമനിർമ്മാണം പാർലമെൻറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരം പാർലമെൻറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇറാൻ പറയും ഓക്കെ, തങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ടോൾ പിരിവൊന്നുമില്ലായിരുന്നു, യഥേഷ്ടം കപ്പലുകൾ വരട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഒറ്റ കുഞ്ഞ് ഉപരോധമെന്ന് പറഞ്ഞ് അടുക്കരുത്, അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. ഇറാൻ്റെ എണ്ണ വിറ്റ് അപ്പം നഷ്ടപരിഹാരം ഒന്നും കിട്ടില്ല. ഇറാൻ എത്ര വിചാരിച്ചാലും നഷ്ടപരിഹാരം കിട്ടില്ല. അപ്പോൾ പറയും ഉപരോധം മാറ്റിയിരിക്കുന്നു, നിങ്ങൾ എണ്ണ വിറ്റ് അതിൻ്റെ പണം കൊണ്ട് ഈ നഷ്ടപ്പെട്ടതെല്ലാം കെട്ടിപ്പടുത്തോളൂ. ഇറാൻ ഒരു പക്ഷേ സ്വീകാര്യമായിരിക്കാം, ആണോ? അല്ലാതെ നഷ്ടപരിഹാരം കിട്ടിയെങ്കിൽ മാത്രമേ തങ്ങൾ യുദ്ധം നിർത്തൂ എന്ന് ഇറാൻ പറയാനാവില്ലല്ലോ. അതുകൊണ്ട് ചില വഴങ്ങലുകൾ, രണ്ട് ഭാഗത്തുനിന്നും ചില വഴങ്ങലുകളുണ്ട്. അല്ലാതെ ട്രംപ് പറഞ്ഞ ഈ 15 പോയിന്റ്, ഇറാൻ പറയുന്ന 5 പോയിന്റ്, ഇതെല്ലാം അതുപോലെ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് രണ്ടു ഭാഗവും ഒരു പടിയിറക്കം നടത്തിയെങ്കിൽ മാത്രമേ പറ്റൂ. അതിനൊരു പക്ഷേ ഇപ്പോൾ ആ പടിയിറക്കത്തിന് സമയമാണ്. ഒരു യുദ്ധം വരുന്നതിന് മുൻപ് തന്നെ, കരയുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഓക്കെ തങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റി, അതുകൊണ്ട് തങ്ങളെല്ലാം യുദ്ധത്തിന് തയ്യാറായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു, പിന്മാറുന്നു എന്ന് ചോദിച്ചാലും ജനം ഒരു ചോദ്യം ചോദിക്കും, എന്തിനായിരുന്നു ഇതെല്ലാം? നിങ്ങൾ ആ ഭരണകൂടം അവിടെ തന്നെ ഇരിക്കുകയല്ലേ, അയത്തുള്ള ഖൊമേനി വധിക്കപ്പെട്ടു, ആ ഭരണകൂടം അവിടെ ഇല്ലേ? ഇതെല്ലാം ഉത്തരങ്ങൾ പറയാനാവാത്ത രീതിയിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ പറയും ഇറാനെ ഫിനിഷ് ചെയ്തേക്കൂ എന്ന് പറയും, അമേരിക്കയോട് പറയും ഉടനെ നിർത്തരുത്. ഗൾഫ് രാജ്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതും പാശ്ചാത്യ പ്രോപ്പഗൻഡ ആണോ എന്നറിയില്ല. സൗദി അറേബ്യ, UAE ഒക്കെ പറയുന്നത് ഇറാന് പരമാവധി പ്രഹരം കൊടുക്കണം, കാരണം ഇറാൻ അവരെ ആക്രമിച്ചിരിക്കുകയാണ്, അവർ യുദ്ധത്തിൽ പങ്കാളികളല്ല. അമേരിക്ക പക്ഷേ ആക്രമിക്കണം, പ്രഹരശേഷി കുറയ്ക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നാളുകളിൽ പറഞ്ഞേക്കാം വീണ്ടും മിസൈലുകൾ, ഒരു മാസം കൂടി നിരന്തരം മിസൈലുകൾ എണ്ണപ്പാടങ്ങളിൽ, ഡീസാലിനേഷൻ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളിൽ വന്ന് വീണാൽ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളം കൂടി മുട്ടില്ലേ? അവിടെ എങ്ങനെ ഉപരോധം? കാരണം ഇതൊരു പ്രാക്ടിക്കലി ഉപരോധമല്ലേ. അവശ്യ കാര്യങ്ങൾ ഗൾഫിലേക്ക് വരുമോ? വരില്ലല്ലോ. പേർഷ്യൻ ഗൾഫ് കടന്ന് വരില്ലല്ലോ, അല്ലെങ്കിൽ ഹോർമോസ് കടന്ന് വരില്ലല്ലോ. അപ്പോൾ പറയാം, അമേരിക്കയോട് പറയും നമുക്കൊരു ഡീലിലേക്ക് പോകേണ്ടി വരും. ഇറാൻ ഉദ്ദേശിക്കുന്ന തരം സമ്മർദ്ദം വൈകിയെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ചെലുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇറാൻ നിരന്തരം ആക്രമണം നടത്തുന്നത്. ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട്
ആക്രമണം രണ്ടു പക്ഷത്ത് നടന്ന ആക്രമണങ്ങൾ ന്യായീകരിക്കാവുന്നതല്ല. യുദ്ധം ആരും വിജയിക്കില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഒരു യുദ്ധവും ആരും വിജയിക്കില്ല. പരാജയപ്പെടുക മാത്രമേ ഉള്ളൂ. ജനങ്ങളായിരിക്കും ആത്യന്തികമായി പരാജയപ്പെടുന്നത്. യുദ്ധം പ്രഖ്യാപിക്കുന്നവനും കൊള്ളുന്നവനും ഒക്കെ ജയിച്ചു എന്ന് പറയും. പക്ഷേ തോൽക്കുന്നത് സാധാരണ ജനമായിരിക്കും, ബിസിനസ് കമ്മ്യൂണിറ്റി ആയിരിക്കും, ഉപഭോക്താക്കളായിരിക്കും. ഉൽപ്പന്നങ്ങളുടെ വിതരണമാണ് തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് യുദ്ധം പരിഹാരമല്ല, സമാധാനം തന്നെയാണ് പരിഹാരം, ചർച്ചകൾ തന്നെയാണ് പരിഹാരം. പക്ഷേ ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിക്കപ്പെട്ടേ മതിയാകൂ. ഫ്രം എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് അമേരിക്കയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യാനാവില്ല, ഇറാനും പറ്റില്ല. അതുകൊണ്ട് രണ്ടും ഒരു ന്യൂട്രൽ പൊസിഷനിലായതിനു ശേഷം നെഗോഷിയേറ്റ് ചെയ്താൽ അമിക്കബിൾ സൊല്യൂഷൻ എത്താൻ ഇപ്പോഴും കഴിയുമെന്നാണ് പ്രതീക്ഷ. ചിലപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിൽക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ട്രൂസ് ഉണ്ടാക്കാം, ഇപ്പോൾ വേണമെങ്കിൽ ഒരു കരാറുണ്ടാക്കാം. പക്ഷേ അടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇവരിപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്വൈറ്റ് ഓർഡിനറി ആയിട്ടുള്ള മിസൈലുകൾ കൊണ്ടാണ്. മൂർച്ചയേറിയ അല്ലെങ്കിൽ കൂടുതൽ ദൂരപരിധിയുള്ളതും മറ്റുമായിട്ടുള്ള മിസൈലുകൾ ഇപ്പോഴും അവരുടെ ശേഖരത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പുറത്തെടുക്കുമ്പോൾ കളി മാറും എന്നൊക്കെയാണ് കേൾക്കുന്നത്. ചില വിശേഷ ദിവസങ്ങളിൽ ഉപയോഗിക്കാനായി ചിലരൊക്കെ വിശേഷപ്പെട്ട സാരികൾ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ ചില മിസൈലുകൾ, ഫത്ത-2 മിസൈലുകൾ ഏറെ കേട്ടിട്ടുണ്ട്, പക്ഷേ ആരും കണ്ടിട്ടില്ല. ഇമാദ് മിസൈൽ, ഖൊറംഷർ, ഇങ്ങനെ പല പേരുകളിലുള്ള മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ട് കാണുന്നില്ല യുദ്ധമുന്നണിയിൽ. അപ്പോൾ ഇറാൻ്റെ കൈവശമുള്ള സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈലുകൾ ഒരുപക്ഷെ ഇനിയും കരുതി വെച്ചിട്ടുണ്ട് എങ്കിൽ, നശിപ്പിച്ചു എന്ന് അമേരിക്ക ക്ലെയിം ചെയ്യുന്നുവെങ്കിലും പൂർണ്ണമായി നശിപ്പിച്ചിരിക്കാൻ സാധ്യതയില്ല. അത് അവസാന പുഷിന് വേണ്ടി ഉപയോഗിക്കാനാണോ? ഇപ്പം ചെറിയ പൊട്ടാസൊക്കെ പൊട്ടിച്ച് കളിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മിസൈൽ ഉണ്ടാക്കാനുള്ള ഒരു ഡ്രോണിനുള്ള ചിലവ് ഇറാൻ വരുന്ന കേവലം $25,000. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള താഡ് സിസ്റ്റം, പേട്രിയോട്ട് സിസ്റ്റം, അതിൻ്റെ 10 അല്ല 100 ഇരട്ടി തുകയാണ്. അപ്പോൾ ഇതെല്ലാം തീരും, റീപ്ലിനിഷ് ചെയ്യപ്പെടേണ്ടി വരില്ലേ? അതെല്ലാം തീർന്നു കഴിഞ്ഞാൽ അവ നാഴി നിറക്കേണ്ടി വരും. അതുകൊണ്ട് അവസാനം വ്യോമ പ്രതിരോധം, ഇസ്രയേലിൻ്റെയും അമേരിക്കൻ താവളങ്ങളുടെയും വ്യോമ പ്രതിരോധ കപ്പാസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ എടുത്തുകൂടാ എന്ന തന്ത്രമാവാം. അതൊന്ന്. 2, ഇറാൻ ഈ യുദ്ധം 1979 മുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാന് നേരെയുള്ള ആക്രമണത്തിന് ചുറ്റുപാടും സുഹൃത്തുക്കൾ വേണമെന്നുള്ളതാണ് ഇറാൻ്റെ തിയറി. ഇത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനും വേണ്ടി വന്നാൽ കടലുകളിൽ അരക്ഷിതാവസ്ഥ വിതറാനും, ചെങ്കടൽ ഉൾപ്പെടെ, ഇത് പേർഷ്യൻ ഗൾഫാണ് നമ്മൾ സംസാരിച്ചത്, അപ്പുറത്ത് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ചെങ്കടൽ, അവിടെ കൂടാണ് ഇത്. എണ്ണ മാത്രമാണ് പേർഷ്യൻ ഗൾഫിലൂടെ പോകുന്നത്. കൂടുതലും ലോക വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്നത് ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്ന കുപ്പിക്കഴുത്തിലൂടെയാണ്. അറബിക്കടലിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യ മഹാസമുദ്രത്തിൽ നിന്നും ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടം. അത് കഴിഞ്ഞ് പേർഷ്യൻ ആ ഒരു ചെങ്കടലിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ കിഴക്ക് ഭാഗത്ത് കാണുന്നത് ഹൂതികൾ നിയന്ത്രിക്കുന്ന യമൻ്റെ ഭാഗങ്ങളാണ്. ഹൂതികളെ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇപ്പോഴും അവർക്ക് പ്രഹരശേഷി ഉണ്ട് എന്ന് കാണാം. കാരണം ഇറാനിയൻ കപ്പലുകൾ ഒഴികെ മറ്റ് രാജ്യങ്ങളിലെല്ലാം കപ്പലുകളെ നിരന്തരം ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ സൈലൻ്റ് ആയിരുന്നു. 1 മാസം യുദ്ധം തുടങ്ങി, 1 മാസത്തോളം ഹൂതികൾ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ 2 ദിവസമായി ഹൂതികൾ ഹൈപ്പർ ആക്റ്റീവാണ്. ഇസ്രയേൽ നേരെ മിസൈൽ ഉപയോഗിക്കുന്നു. അതിലേ പോകുന്ന കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ കപ്പലുകൾ, ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുകൾ, എണ്ണ കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, അതിനൊക്കെ നേരെ മിസൈലുകൾ പായിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ യുദ്ധം മറ്റ് മേഖലകളിലേക്കും കൂടെ നീങ്ങുകയാണ്. അതാണ് മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുക. എസ്കലേഷനാണ്. ഈ എസ്കലേഷൻ തടയാൻ വല്ലാതെ ബുദ്ധിമുട്ടും. കാരണം പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞ സാരമില്ല, പക്ഷേ ചെങ്കടൽ മേഖല ബ്ലോക്ക്ഡ് ആയാൽ ചെങ്കടലിൽ നിന്നും നേരെ ചെല്ലേണ്ടത് സൂയസിലേക്കാണ്. ഈജിപ്തിന് കുറുകെ സൂയസിൽ നിന്നും കടന്നു പോകേണ്ടത് മെഡിറ്ററേനിയനിലേക്കാണ്. അവിടെ നിന്നാണ് ഓപ്പൺ കടലുകളിലേക്കും യൂറോപ്പിലേക്കും ഒക്കെയുള്ള ചരക്കുകൾ നീങ്ങേണ്ടത്. ഇതെല്ലാം അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ ലോക വ്യാപാരം തന്നെ അട്ടിമറിക്കപ്പെടും. സാമ്പത്തിക മാന്ദ്യമുണ്ടാകും, ആഗോള മാന്ദ്യമുണ്ടാകും. ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയെ തന്നെയാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അതുകൊണ്ട് ഫർദർ എസ്കലേഷൻ, ഹൂതികളേക്ക് ഒരു നിമിഷം കൊണ്ടൊന്ന് മെരുക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് വ്യാമോഹമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ എപ്പോഴേ തീർക്കാൻ ചെറിയൊരു ഗ്രൂപ്പാണ്, പക്ഷേ സ്റ്റിൽ ദേ ഹാവ് ദി ആർസനൽ. ദേ കൻ ക്രിയേറ്റ് ഒരു ഇറിറ്റൻറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. ഷിപ്പിംഗ് കമ്പനികൾക്ക് വൻ തുകയാണ് കപ്പലുകൾക്ക് ഇൻഷുറൻസായി ഈടാക്കുന്നത്, ഇൻഷുറൻസ് കമ്പനികൾ ഈടാക്കുന്നത്. അപ്പോൾ ചരക്ക് ഗതാഗതം അത്ര സുഗമമാവില്ല. അപ്പോൾ കച്ചവടമാണ് അമേരിക്കയുടെ ഭാഷ. കച്ചവടം നടക്കാതെ ഇരുന്നാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ ലോകരാജ്യങ്ങളോട് അമേരിക്ക ഉത്തരം പറയേണ്ടി വരും. സ്വന്തം ജനതയോട് പോലും അമേരിക്കയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അവസാനിപ്പിച്ചേ പറ്റൂ. ഇതിങ്ങനെ നീങ്ങാനാവില്ല. എസ്കലേഷൻ മോഡ് അവസാനിച്ചെങ്കിലേ പറ്റൂ.
സ്വല്പമൊക്കെ സ്കെയിലിംഗ് ഡൗൺ ആവശ്യമായി വരും. ഡൊണാൾഡ് ട്രംപിന് തന്നെ മാറ്റി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ട്രംപ് വളരെ ശക്തമായ സമ്മർദ്ദം സ്വന്തം രാജ്യത്ത് നേരിടുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ. ഉറപ്പായി. കാരണം ഈ കരയുദ്ധം കൂടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഒട്ടേറെ കാഷ്വാലിറ്റീസ് അവരുടെ നിരയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം വളരെ ഏത് കരയുദ്ധമാണ് അമേരിക്ക പൂർണ്ണമായി ഉദ്ദേശിച്ചെടുത്ത് പിടിച്ചു കെട്ടിയിട്ടുള്ളത്? ഭരണമാറ്റമൊക്കെ ഉണ്ടാക്കി. ഇറാഖിൽ കരയുദ്ധം ചെയ്ത് ജയിച്ചു, അഫ്ഗാനിസ്ഥാൻ കരയുദ്ധം ചെയ്ത് ജയിച്ചു. ആത്യന്തികം എന്താണ് സംഭവിച്ചത്? അത് അമേരിക്ക എതിർക്കുന്ന വിഭാഗങ്ങൾക്ക് ഈ രാജ്യങ്ങളുടെ ഭരണം വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്ക നാണം കെട്ട് പുറത്തോട്ട് പോകേണ്ടി വന്നു. വിയറ്റ്നാമിൽ അന്ന് അത് സംഭവിച്ചു. അപ്പോൾ അമേരിക്ക ജയിക്കുന്ന യുദ്ധങ്ങളൊക്കെ താൽക്കാലികമായ വിജയങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. ബലപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്നത് താൽക്കാലിക വിജയം. ഒരു കാര്യം കൂടി ഒരു പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യുകയല്ല, ചിന്തിക്കുകയാണ്. ഇറാൻ ഡീസ്റ്റെബിലൈസ്ഡ് ആയാൽ, അമേരിക്കൻ സൈന്യം വിരച്ചു കയറുകയും ഇറാൻ്റെ ഭരണകൂടം മാറ്റപ്പെടുകയും ചെയ്യാൻ എളുപ്പമല്ല, ചെയ്താൽ വാട്ട് നെക്സ്റ്റ്? ഇറാനെ നിയന്ത്രിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന്, അമേരിക്ക നിയമിക്കുന്ന ഒരു ഭരണകൂടത്തിന് കഴിയില്ല. രാജ്യം സിവിൽ വാറിലേക്ക് നീങ്ങും. പോകും. അതെ, 10-20 ഡിഫറെൻറ്റ് മിലിഷ്യകൾ ഓരോരോ പ്രദേശത്തിൻ്റെ ഭരണം കൈയടക്കും. ഈ മിലിഷ്യകളുടെ കയ്യിലൊക്കെ ആയുധമെത്താൻ പല വകുപ്പുകളുണ്ട്. പലയിടത്തു നിന്നും ആയുധം കിട്ടും. ലോകത്തിൻ്റെ പലയിടത്തു നിന്നും ആയുധങ്ങൾ വരും. പേർഷ്യൻ ഗൾഫിലൂടെ സുഗമമായി ഒരു കപ്പലും പോവില്ല. ഹോർമോസ് കടന്ന് ഒരു കപ്പലും പോവില്ല. ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. ഡീല് നടത്താം, അല്ലേ? ട്രീറ്റ് ഒപ്പിടാം. മിലിഷ്യകളോട് എങ്ങനെ ഡീൽ ചെയ്യും? ഹൂത്തികളോട് എങ്ങനെ ഡീൽ ചെയ്യും? ഹമാസിനോട് എങ്ങനെ ഡീൽ ചെയ്യും? ഹിസ്ബുള്ളയോട് എങ്ങനെ ഡീൽ ചെയ്യും? അതുമാതിരി ഇറാൻ ഒരു 10-20 മിലിഷ്യകളുടെ കയ്യിലേക്ക് വിവിധ പ്രദേശങ്ങൾ പോയാൽ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാനാവില്ല. ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എ ഡീസ്റ്റെബിലൈസ്ഡ് ഇറാൻ ഈസ് എ ഗ്രേറ്റർ ത്രെറ്റ് ദാൻ എ സ്റ്റേബിൾ സെക്യൂർ ഇറാൻ അണ്ടർ അയത്തുള്ള. അയത്തുള്ളയുടെ ഇറാനെ മാറ്റിയാൽ ഫെയിൽഡ് സ്റ്റേറ്റായ മിലിഷ്യകളുടെ ഇറാനാണ് വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പണിപ്പാളും. അപ്പം ഇതൊക്കെ നോക്കി വേണം കരയുദ്ധത്തിലേക്ക് ചാടി പുറപ്പെടാൻ. തീർച്ചയായിട്ടും. എന്തായാലും പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. അവിടെ ഇപ്പോഴും യുദ്ധത്തിൻ്റെ കനലുകൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ അയൽ രാജ്യങ്ങളിലേക്ക്, അറബ് രാജ്യങ്ങളിലേക്ക്. അവിടെയൊക്കെ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവിടെയും അശാന്തി വിരിച്ചുകൊണ്ട് ഇവർ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് അമേരിക്കയെ കരയുദ്ധത്തിലേക്ക് ആകർഷിക്കുക. അത് പക്ഷേ ഒരു കെണിയാണ് എന്ന് പലരും നിരീക്ഷിക്കുകയാണ്. അമേരിക്ക ഒരു കരയുദ്ധത്തിന് തയ്യാറാകുമോ? ഒരു സമാധാന ഉടമ്പടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാകാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, നേരത്തെ ഇറാൻ പറഞ്ഞതുപോലെ, ഈ യുദ്ധം നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാം, പക്ഷേ അവസാനിപ്പിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും, ഞങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും എന്നുള്ള അവരുടെ ആ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ താക്കീത് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പ്രകമ്പനം കൊണ്ട് കേൾക്കുകയാണ്. ട്രംപിൻ്റെ ചെവികളിലൊക്കെ തന്നെ അത് മുഴങ്ങുന്നുണ്ടാകണം. പക്ഷേ ഒരു വശത്ത് ഇസ്രയേൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്നും യുദ്ധം പടരുന്നു എന്നുള്ളതാണ് മറ്റൊരു കൺസേൺ. അത് വലിയ രീതിയിൽ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ചേർന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഇറാനെ ഒരു പക്ഷേ അമേരിക്ക ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ഒട്ടേറെ വിഘടനവാദ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് ഇറാൻ പെടുകയും അവർ മേഖലയ്ക്കാകെ എന്ന് മാത്രമല്ല ലോകത്തിനാകെ ഭീഷണിയായി അവിടെ നിലകൊള്ളുകയും ചെയ്യും എന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയെയും ലോകത്തെയും കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളതാണ്. അതിലൊക്കെ ഉത്തരവാദി ഇസ്രയേലും അമേരിക്കയും ആയിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചതിൽ. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.